അധ്യായം 33. അവളെ എനിക്ക് വേണം. സാം അലക്സ് പറഞ്ഞത് കേട്ട് അമ്പരന്ന് നിൽക്കുകയായിരുന്നു നീലിമ. അമ്പരപ്പ് മാറിയപ്പോൾ അവൾ പറഞ്ഞു, നോക്കൂ മിസ്റ്റർ സാം അലക്സ്, നിങ്ങൾ സൂര്യയെ തിരികെ കിട്ടാൻ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ ടീമിൽ വന്നതിന് ശേഷമാണ് അവന് നല്ലൊരു അവസരം പോലും കിട്ടുന്നത്. സോ അവനെ നിങ്ങൾക്ക് കിട്ടുമെന്ന് മോഹിക്കണ്ട, നീലിമ പറഞ്ഞു. അത് കേട്ട് സാം ദേഷ്യത്തോടെ അവളെ നോക്കി. അവൾ രക്ഷക്കായി വന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായും സൂര്യ ഇപ്പോൾ തന്നെ അനുസരിച്ച് അടിമയെപ്പോലെ കൂടെ നിന്നേനെ. ഇവളാണ് എല്ലാം തകർത്തത്. സാം പല്ല് കടിച്ചുകൊണ്ട് ചിന്തിച്ചു. നീലിമയാണോ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? സാം അലക്സ് ചോദിച്ചു. നീലിമ അത് കേട്ട് കിരണിനെ നോക്കി. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ സർ? നീലിമ ചോദിച്ചു. കിരൺ അപ്പോഴെല്ലാം അവളുടെ സൗന്ദര്യം ആസ്വദിച്ചു നിൽക്കുകയായിരുന്നു. നീലിമ ചോദിച്ചത് കേട്ട് കിരൺ അവളെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഏയ് ഒരു തെറ്റില്ല. സാം അലക്സ്, തനിക്കിപ്പോ ഉള്ള മോഡൽസിനെ തന്നെ ആദ്യം ഗൈഡ് ചെയ്യാൻ നോക്ക്. നീലിമ അവരുടെ ജോലി ചെയ്യട്ടെ. കിരൺ പറഞ്ഞത് കേട്ട് നീലിമ സന്തോഷത്തോടെ അയാളെ നോക്കി. കിരൺ പക്ഷെ അത്ര നല്ലവനല്ല എന്ന് നീലിമയ്ക്ക് അവന്റെ നോട്ടം കൊണ്ട് തന്നെ തോന്നിയിരുന്നു. സർ, എന്നാ പോകുമല്ലേ, എനിക്ക് ജോലിയുണ്ട്. നീലിമ പറഞ്ഞു. ഓ യെസ്, വാടോ പോവാ, കിരൺ സാം അലക്സിനെ നോക്കി പറഞ്ഞു. എന്നിട്ട് അയാൾക്കൊപ്പം ക്യാബിൽ നിന്ന് ഇറങ്ങിപ്പോയി. നീലിമ ആശ്വാസത്തോടെ സീറ്റിൽ ചാഞ്ഞു കിടന്നു. പുറത്തെത്തിയപ്പോൾ കിരൺ നീലിമയുടെ ക്യാബിനിലേക്ക് ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി. അവൾ ഫയലുകൾ മറിച്ചു നോക്കുന്നത് അവൻ ഒരു നിമിഷം നോക്കി നിന്നു. അവൾ സാധാരണ പെൺകുട്ടികളെ പോലെ അല്ലെന്നുള്ള അവന്റെ ഊഹം ശരിയായിരുന്നു. കിരണിനെ കണ്ടാൽ സാധാരണയായി അറിയപ്പെടുന്ന മോഡൽസ് പോലും അവനെ കയ്യിലെടുക്കാൻ പല വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറാവാറുണ്ട്. പക്ഷേ നീലിമ തന്നെ ഒന്ന് ശ്രദ്ധിച്ചതുപോലുമില്ല. അവളോട് തനിക്ക് തോന്നുന്ന വികാരം പ്രണയമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ കിരൺ അവളെ ചെറുപുഞ്ചിരിയോടെ നോക്കി. സാം അലക്സ് കിരണിനെ തന്നെ നോക്കി. കിരണിന്റെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ അവന് ഏതാണ്ട് കാര്യങ്ങൾ പിടികിട്ടിയിരുന്നു. നീലിമയെ കിരണിനെ ബോധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ സാം അലക്സ് അയാളോട് ചോദിച്ചു. ബോസ്, ഇതെന്താ മൊത്തത്തിലൊരു മാറ്റം? സാധാരണയായി ബോസ് ഇങ്ങനെ ആരോടും സൗമ്യമായി സംസാരിക്കാറില്ലല്ലോ. കിരൺ അതിന് മറുപടി പറയാതെ നീലിമയെ തന്നെ നോക്കി. അത് കണ്ട് സാം അലക്സ് വീണ്ടും ചോദിച്ചു. ബോസിന് അവളെ നന്നായി ബോധിച്ചെന്ന് തോന്നുന്നല്ലോ. താൻ ഊഹിച്ചത് ശരിയാ, എനിക്ക് ആ കുട്ടിയോട് ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്, കിരൺ പറഞ്ഞു. കാര്യം സാം അലക്സിന് മനസ്സിലായിരുന്നു. എങ്കിലും പെട്ടെന്ന് കേട്ടപ്പോൾ അയാൾക്ക് എന്തോ ബുദ്ധിമുട്ട് തോന്നി. കിരണിനെ നീലിമ വളച്ചെടുത്താൽ കമ്പനിയിൽ അയാൾക്കുള്ള സ്വാധീനം നഷ്ടമാവുമെന്ന് അയാൾ ചിന്തിച്ചു. അല്ല, ബോസിന് അങ്ങനെ എന്തിഷ്ടാണ് അവളോട് തോന്നുന്നത്? പ്രേമമാണോ? സാം അലക്സ് അർത്ഥം വെച്ച് ചോദിച്ചു. അറിയില്ല, കിരൺ പുഞ്ചിരിയോടെ പറഞ്ഞു. എന്നാ എനിക്കറിയാം, ബോസിന് അവളോട് പ്രേമമൊന്നുമല്ല, വെറുതെ ഒരു മോഹം മാത്രമേ ഉള്ളൂ. അവളെ റൂമിലെത്തിക്കാൻ ബോസ് വിചാരിച്ചാൽ പറ്റുമല്ലോ, സാം അലക്സ് പറഞ്ഞു. എങ്ങനെ? കിരൺ ചോദിച്ചു. ബോസ് തന്നെ ഒരു വഴി ആലോചിച്ചു നോക്കൂ. നമ്മുടെ കമ്പനിയുടെ വാർഷികം വരുമല്ലേ, അന്നേരം അവളെ എങ്ങനെയെങ്കിലും ഇംപ്രസ് ചെയ്യാൻ നോക്ക്. ബാക്കിയൊക്കെ വഴിയേ നടക്കും, സാം അലക്സ് പറഞ്ഞു. അത് കേട്ട കിരൺ ആവേശത്തിലായി. എടോ, അവളെ അങ്ങനെ എനിക്ക് സെറ്റാക്കി തരുവാണെങ്കിൽ നീ ആഗ്രഹിക്കുന്ന എന്തും ഞാൻ നിനക്ക് തരും, സാം അലക്സിനെ നോക്കി കിരൺ പറഞ്ഞു. ഉറപ്പാണോ? സാം അലക്സ് സംശയത്തോടെ ചോദിച്ചു. ഉറപ്പ് ഞാനല്ലേ പറയുന്നേ, നിനക്കെന്തേ എന്നെ വിശ്വാസമില്ലേ, കിരൺ ചോദിച്ചു. സാം അലക്സ് അതിന് മറുപടി പറഞ്ഞില്ല. ഏത് വിധേനയും നീലിമയെ കിരണിനെ അവന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കണമെന്ന് അപ്പോൾ സാം അലക്സ് മനസ്സിൽ ചിന്തിച്ചു. നീലിമ അത്ര വേഗം അങ്ങനെയൊരു കാര്യത്തിന് വഴങ്ങുന്ന തരം ആളല്ല എന്നും സാമിനറിയാം. എന്നാലും കിരണിന് നീലിമയോട് വല്ല പ്രണയവും തോന്നി തുടങ്ങിയാൽ അത് പാരയാകും. അതിനു മുന്നേ എല്ലാം നടക്കണം. പിന്നെ മാനം നഷ്ടപ്പെട്ടാൽ നീലിമ പിന്നെ ഓഫീസിൽ തുടരില്ല. അതുവഴി സൂര്യയെ വീണ്ടും തന്റെ പക്കലെത്തിക്കാം. സാം അലക്സ് കണക്കു കൂട്ടി. അയാളുടെ ചുണ്ടിൽ ഗൂഢമായൊരു ചിരി തെളിഞ്ഞു. സിദ്ധാർത്ഥ് അവന്റെ ഓഫീസ് ക്യാബിനിൽ ഇരിക്കുകയായിരുന്നു. അവന്റെ അടുത്തു തന്നെ അസിസ്റ്റന്റ് ഉണ്ട്. സിദ്ധാർത്ഥ് തന്റെ മുന്നിലെ മേശമേലുള്ള ലാപ്ടോപ്പിൽ നിന്ന് ഓരോ കമ്പനികളുടെയും ഫയലുകൾ പരിശോധിക്കുകയായിരുന്നു. ഇടയിലെന്തോ ഓർത്ത പോലെ അവൻ തല ഉയർത്തി. സ്റ്റാർഡം മീഡിയ ഇപ്പോൾ എങ്ങനെ പോകുന്നു? കിരണിന് വല്ല മാറ്റവും ഉണ്ടോ? സിദ്ധാർത്ഥ് ചോദിച്ചു. അത് കേട്ട അസിസ്റ്റന്റ് അത്ഭുതത്തോടെ നോക്കി. സാധാരണ അവന്റെ കീഴിലുള്ള ചെറിയ കമ്പനികളുടെ കാര്യങ്ങൾ സിദ്ധാർത്ഥ് അന്വേഷിക്കാറില്ല. എന്നിട്ടും ഇപ്പോ ഇടയ്ക്കിടെ സ്റ്റാർഡം മീഡിയയെ കുറിച്ച് അവൻ തിരക്കുന്നുണ്ട്. എന്താ ചോദിച്ചത് കേട്ടില്ലേ? ആലോചിച്ച് നിൽക്കുന്ന അസിസ്റ്റന്റിനെ നോക്കി സിദ്ധാർത്ഥ് ആവർത്തിച്ചു. യെസ് സർ, സ്റ്റാർഡം മീഡിയയിൽ ഇപ്പോ നല്ല പുരോഗതിയുണ്ട്. പക്ഷേ കിരൺ സാർ ഇപ്പോഴും പഴയതുപോലെ തന്നെയാ, ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ നടക്കുക, അസിസ്റ്റന്റ് പറഞ്ഞു. അപ്പോ മീഡിയയിൽ ഇപ്പൊ വന്ന മാറ്റം എന്താ? സിദ്ധാർത്ഥ് ചോദിച്ചു. നീലിമ അവിടേക്ക് ജോലിയിൽ കയറിയതിൽ പിന്നെ കമ്പനിയിൽ പുരോഗതിയുണ്ടെന്ന് സിദ്ധാർത്ഥിന് അറിയാമായിരുന്നു. എന്നാലും അസിസ്റ്റന്റ് വഴി അതൊന്നുകൂടെ കേൾക്കാൻ തോന്നിയത് കൊണ്ടാണ് സിദ്ധാർത്ഥ് ആ കാര്യം വീണ്ടും ചോദിച്ചത്. സർ, അവിടെ ഒരു പുതിയൊരു കുട്ടി ജോയിൻ ചെയ്തിട്ടുണ്ട്. അന്ന് നമ്മൾ CV കണ്ടപ്പോൾ ചർച്ച ചെയ്തില്ലേ, മിസ് നീലിമ, അസിസ്റ്റന്റ് പറഞ്ഞു. ഓ, ആ സൂര്യയുടെ ഗൈഡ്. ഹാ, ഓർമ്മയുണ്ട്, സിദ്ധാർത്ഥ് പറഞ്ഞു. അവന്റെ മനസ്സിലപ്പോൾ നീലിമയുടെ മുഖം തെളിഞ്ഞു വന്നു. ശരി, എന്നാ പൊക്കോളൂ. പിന്നെ ആ ശിവശങ്കർ ഇല്ലേ ഡയറക്ടർ, അയാളെ വിളിച്ചിട്ട് നമ്മുടെ കമ്പനിയിലെ മോഡലാണ് അയാൾ വെബ് സീരീസിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സൂര്യ എന്ന് അറിയിക്കണം. വേണമെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാമെന്നും പറയൂ. അതാവുമ്പോ അയാൾ അവന്റെ കാര്യം ഇത്തിരി കൂടി സീരിയസ് ആയി എടുക്കും. സൂര്യക്ക് എന്തായാലും ലീഡിംഗ് റോള് തന്നെ കൊടുക്കാൻ പറയണം, സിദ്ധാർത്ഥ് പറഞ്ഞു. അസിസ്റ്റന്റ് അതിന് തലയാട്ടിയ ശേഷം ഇറങ്ങിപ്പോയി.
സിദ്ധാർത്ഥ് അപ്പോൾ നീലിമയെ കുറിച്ച് ഓർത്തു. അവളെ അപ്പോൾ ഒന്ന് വിളിക്കാൻ സിദ്ധാർത്ഥിന് തോന്നിയെങ്കിലും അവൻ വിളിക്കാൻ തുനിഞ്ഞില്ല. നീലിമയുടെ കാര്യത്തിൽ ഈയിടെയായി അവന് വല്ലാത്ത താല്പര്യം തോന്നുന്നുണ്ട്. അത് നിയന്ത്രിക്കണമെന്ന് അവൻ ആത്മാർത്ഥമായി ആഗ്രഹവുമുണ്ട്. പക്ഷെ അതിന് കഴിയുന്നില്ല പലപ്പോഴും. സിദ്ധാർത്ഥ് വീണ്ടും ഫയലിൽ നോക്കി ശ്രദ്ധ മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. അവന്റെ മനസ്സ് വീണ്ടും നീലിമയുടെ അടുത്തേക്ക് തന്നെ പോയി. ഓഫീസിലെ വർക്കുകൾ ഒരുവിധം ഒതുങ്ങിയപ്പോൾ നീലിമ സൂര്യ മാർഷൽ ആർട്സ് പഠിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. അവൻ അപ്പോഴും കഠിനമായ പരിശീലനത്തിലായിരുന്നു. ദേഹമെല്ലാം വിയർപ്പിൽ ഒട്ടിയിരുന്നു. അത് കണ്ട നീലിമയ്ക്ക് ആകെ വല്ലായ്മ തോന്നി. തന്നോടുള്ള ബഹുമാനം കൊണ്ട് കൂടിയാണ് സൂര്യ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. അവൾക്ക് ആ കാര്യത്തിൽ സഹതാപം തോന്നി. സൂര്യ, ഇന്നിനി മതി, നീ റെസ്റ്റ് എടുക്കും, നീലിമ പറഞ്ഞു. അത് കേട്ട സൂര്യ ഉടനെ പ്രാക്ടീസ് നിർത്തി അവളുടെ അടുത്തേക്ക് വന്നു. അതെന്താ മാഡം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സൂര്യ ചോദിച്ചു. ഏയ്, പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. നമുക്ക് ഇന്നൊരു ഫോട്ടോഷൂട്ട് കൂടിയുണ്ട്. ഞാൻ ആ ഫോട്ടോഗ്രാഫറെ വിളിച്ചിരുന്നു. നീ വേഗം റെഡിയാവണം, അതാ ഞാൻ നിർത്താൻ പറഞ്ഞത്, നീലിമ പറഞ്ഞു. അത് കേട്ട സൂര്യ ഉത്സാഹത്തോടെ അവിടെ നിന്നും റെഡിയാവാനായി പോയി. അപ്പോൾ നീലിമ ഫോട്ടോഗ്രാഫറെ വീണ്ടും വിളിച്ചു. ഹലോ മാഡം, പറയൂ, ഫോട്ടോഗ്രാഫർ പറഞ്ഞു. അയാൾക്ക് സൂര്യ ശിവശങ്കറിന്റെ സീരീസിൽ അഭിനയിക്കാൻ പോകുന്ന കാര്യം നീലിമ പറഞ്ഞു. നേരത്തെ അറിയാമായിരുന്നു. അതിന്റെ ആവേശം അയാളുടെ സംസാരത്തിൽ നിന്നും പ്രകടമായിരുന്നു. സമയത്തിനെത്തില്ലേ? സൂര്യ റെഡിയാവുന്നുണ്ട്, നീലിമ പറഞ്ഞു. യെസ് മാഡം, ഞങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞു, അയാൾ പറഞ്ഞു. അതെ, വരുമ്പോൾ സൂര്യയുടെ ആദ്യമെടുത്ത ഫോട്ടോസ് നമ്മൾ പോസ്റ്റ് ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരാമോ? നീലിമ ചോദിച്ചു. ഓക്കെ മാഡം. ഫോട്ടോഗ്രാഫർ ഫോൺ കട്ട് ചെയ്തു. സത്യത്തിൽ അയാൾക്ക് മറ്റൊരു കാര്യം കൂടി നീലിമയോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. സൂര്യ വെബ് സീരീസിൽ അഭിനയിച്ചു തുടങ്ങിയാൽ അവന്റെ പേഴ്സണൽ ഫോട്ടോഗ്രാഫർ ആവാൻ താല്പര്യമുണ്ടെന്നതായിരുന്നു ആ കാര്യം. നീലിമ എന്ത് കരുതുമെന്ന് ഓർത്തതുകൊണ്ട് അയാൾ അപ്പോൾ അത് ചോദിച്ചില്ല. മറ്റൊരു സന്ദർഭത്തിൽ ചോദിക്കാമെന്ന് അയാൾ ചിന്തിച്ചു. കുറച്ചു സമയത്തിന് ശേഷം സൂര്യ റെഡിയായി വന്നപ്പോഴേക്കും ഫോട്ടോഗ്രാഫറും സഹായികളും എത്തിയിരുന്നു. ഒരു ബ്ലാക്ക് കുർത്ത ധരിച്ചാണ് സൂര്യ എത്തിയിരുന്നത്. അവന് ആ വസ്ത്രം നന്നായി ചേരുന്നുണ്ടായിരുന്നു. നീലിമ അവനെ കണ്ടെഴുന്നേറ്റു. വാവ്, അടിപൊളി, നിനക്ക് നല്ല ചേർച്ചയുണ്ടത്, നീലിമ പറഞ്ഞു. സൂര്യ അത് കേട്ട് അവളെ നോക്കി. നീലിമയുടെ മുഖത്തുള്ള സന്തോഷം അവനിലേക്കും പടർന്നു. നമുക്ക് ഫോട്ടോസ് ആ കോട്ടോറിനപ്പുറം സെറ്റ് ചെയ്യാം. അവിടെയാവുമ്പോ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടും, ഫോട്ടോ ഉഗ്രനായിരിക്കും, നീലിമ ഫോട്ടോഗ്രാഫറെ നോക്കി പറഞ്ഞു. മാമിന് ഈ കാര്യത്തിലൊക്കെ നല്ല അറിവാണല്ലോ, ഫോട്ടോഗ്രാഫർ അവളെ പുകഴ്ത്തി പറഞ്ഞു. അത് കേട്ട നീലിമ പുഞ്ചിരിച്ചു. അങ്ങനെ ഒടുവിൽ ഫോട്ടോഷൂട്ട് തുടങ്ങി. സൂര്യ നന്നായി പോസ് ചെയ്ത് സഹകരിച്ച കാരണം വളരെ വേഗത്തിൽ ഫോട്ടോസ് എടുക്കാനും കഴിഞ്ഞു. ഫോട്ടോസ് എടുത്തു കഴിഞ്ഞപ്പോൾ നീലിമ അവിടെ നിന്നും ക്യാബിനിലേക്ക് പോയി. നല്ല ഫോട്ടോകൾ എഡിറ്റ് ചെയ്താലുടൻ തനിക്കയക്കാൻ നിർദ്ദേശം നൽകിയ ശേഷമായിരുന്നു അവൾ അവിടെ നിന്നും പോയത്. സൂര്യ വേഷം മാറാനും മറ്റുമായി മേക്കപ്പ് റൂമിലേക്ക് തിരികെ പോയി. നീലിമ ക്യാബിനിൽ ചെയ്തു തീർക്കാനുള്ള ജോലികൾ ചെയ്തു തീർക്കുന്ന തിരക്കിലായിരുന്നു. ഇന്നത്തെ ദിവസം ജോലിഭാരം ഇത്തിരി കൂടുതലായിരുന്നു. അവൾ ജോലിയൊന്ന് ഒതുക്കിയ ശേഷം ഫേസ്ബുക്ക് തുറന്ന് സൂര്യയുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തു നോക്കി. അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് മഞ്ഞളിച്ചു. ആരും തിരിഞ്ഞു നോക്കാറ് പോലുമില്ലാത്ത സൂര്യയുടെ പ്രൊഫൈലിൽ അപ്പോൾ 3 ലക്ഷം ഫോളോവേഴ്സ് ആയി കഴിഞ്ഞിരുന്നു. നീലിമ സന്തോഷത്തോടെ അവന് വന്ന കമന്റുകളും മറ്റും വായിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവൾക്ക് ഒരു ഫോൺ കോൾ വന്നു. പരിചയമില്ലാത്ത നമ്പറായിരുന്നു. നീലിമ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. ഹലോ മിസ് നീലിമ, ഞാൻ ഫിലിം ഡയറക്ടർ ശിവശങ്കറിന്റെ മാനേജറാണ് സംസാരിക്കുന്നത്, മറുതലക്കിൽ നിന്ന് ഒരാൾ സ്വയം പരിചയപ്പെടുത്തി. നീലിമ അമ്പരന്നു പോയി. അങ്ങനെയൊരു കോൾ ആ സമയം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. സർ പറയൂ, ആദ്യത്തെ അമ്പരപ്പ് മാറിയ ശേഷം നീലിമ പറഞ്ഞു. ഹായ്, നിങ്ങളുടെ സ്റ്റാർഡം കമ്പനിയിലെ മോഡൽ സൂര്യയെ ഞങ്ങളുടെ വെബ് സീരീസിൽ സെക്കൻഡ് ലീഡ് റോൾ ചെയ്യാനായി തിരഞ്ഞെടുത്ത കാര്യം ഒഫീഷ്യലായി അറിയിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്, മാനേജർ പറഞ്ഞു. താങ്ക് യു സർ, നീലിമ പറഞ്ഞു. അവൾക്ക് തുള്ളിച്ചാടാൻ തോന്നി. അതിലും വലിയ സന്തോഷം സൂര്യക്ക് വരാനില്ല എന്ന് അവൾ മനസ്സിൽ പറഞ്ഞു. അപ്പോൾ മിസ് നീലിമ ഓക്കെ ആണെങ്കിൽ നമുക്ക് വീണ്ടും വിവരങ്ങൾ വിശദമായി സംസാരിക്കാം, മാനേജർ പറഞ്ഞു. ഓക്കെയാണ് സർ, നീലിമ പറഞ്ഞു. അല്പനേരം കൂടി തമ്മിൽ സംസാരിച്ച ശേഷം നീലിമ സന്തോഷത്തോടെ ഫോൺ കട്ട് ചെയ്തു. അപ്പോഴാണ് സൂര്യയുടെ സഹോദരി വർഷയുടെ ഓപ്പറേഷൻ അന്നാണ് എന്ന് നീലിമ ഓർക്കുന്നത്. അവൾ വാച്ചിലേക്ക് നോക്കി. സമയം വൈകിയിരിക്കുന്നു. അവൾ ഉടനെ വേഗമെടുത്ത് ഓഫീസിൽ നിന്നിറങ്ങി ഒരു ടാക്സി എടുത്ത് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. നീലിമ ഹോസ്പിറ്റലിലെത്തി. സൂര്യയും ഇതിനകം അവിടെ വന്നു കാണുമെന്ന് ഊഹിച്ചുകൊണ്ട് നീലിമ ലിഫ്റ്റിൽ കയറി. തുടക്കത്തിൽ ലിഫ്റ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് ആരുടെയോ ദേഹത്ത് മുട്ടി. അയ്യോ സോറി, നീലിമ പറഞ്ഞു. അപ്പോഴാണ് അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കുന്നത്. അത് സാമലക്സ് ആയിരുന്നു. നീലിമയെ ആ സമയത്ത് അവിടെ കണ്ട സാമലക്സ് ഒന്നമ്പരന്നു. സൂര്യയെ തന്നിൽ നിന്ന് തട്ടിയെടുത്ത നീലിമയെ അവൻ രൂക്ഷമായി ഒന്ന് നോക്കി. പക്ഷെ ഇനി അവളെ പിണക്കുന്നത് ബുദ്ധിയല്ലെന്ന് തോന്നിയത് കൊണ്ട് മാത്രം അയാൾ ദേഷ്യഭാവം പെട്ടെന്ന് മാറ്റി. അല്ല, എന്തായി ശിവശങ്കറിന്റെ പ്രോജക്ട് ഉടനെ ഉണ്ടാവുമോ? നീലിമയോട് കുശലാന്വേഷണം പോലെയാണ് അയാൾ അത് ചോദിച്ചത്. നീലിമ അത് കേട്ട് വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. നടക്കും, എന്നാലും നീലിമയെ സമ്മതിക്കണം. ആ ഒരു ഒറ്റ ഫോട്ടോഷൂട്ട് കൊണ്ട് സൂര്യയുടെ തലവര തന്നെ മാറ്റിയില്ലേ, സാമലക്സ് പറഞ്ഞു. അവന്റെ ഉള്ളിൽ അതിയായ അസൂയയും ദേഷ്യവും നീലിമയോട് ഉണ്ടായിരുന്നുവെങ്കിലും
കിരണിന് മുന്നിൽ അവളെ എങ്ങനെയെങ്കിലും എത്തിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മാത്രമാണ് അയാൾ അവളോട് അത്ര സൗഹൃദപരമായി സംസാരിച്ചത് തന്നെ. നീലിമ അവനെ സംശയത്തോടെ നോക്കി. ഓ താങ്ക്സ്, ഞാൻ എന്റെ ജോലിയെ ചെയ്തുള്ളൂ. സാം അലക്സ് അതുപോലെ കൃത്യമായി ജോലി ചെയ്തിരുന്നെങ്കിൽ സൂര്യ മുമ്പേ സ്റ്റാറായി വന്നേനെ, നീലിമ പറഞ്ഞു. അത് കേട്ട് സാം അലക്സ് ചൂളിയെ പോലെ തോന്നി. എന്നാ ഞാൻ പോട്ടെ, ഇത്തിരി തിരക്കുണ്ട്, നീലിമ പരിഹാസം പോലെ പറഞ്ഞിട്ട് നടന്നുപോയി. സാം അലക്സ് അവൾ പോകുന്നതും നോക്കി കലിയോടെ നിന്നു. നിന്റെ നകലിപ്പ് ഞാൻ തീർക്കുന്നുണ്ടടി, സാം അലക്സ് മനസ്സിൽ പറഞ്ഞു. നീലിമ വർഷ കിടക്കുന്ന ഹോസ്പിറ്റൽ മുറിയിലെത്തിയപ്പോൾ അവിടെ അവളെ ഓപ്പറേഷന് മാറ്റാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. നീലിമയെ കണ്ടപ്പോൾ വർഷ അവളെ അരികിലേക്ക് വിളിച്ചു. സൂര്യയും ആ മുറിയിലുണ്ടായിരുന്നു. നീലിമ ചേച്ചി വരുമെന്ന് ഞാനിപ്പോ ചേട്ടനോട് ചോദിച്ചതേയുള്ളൂ, വർഷ സന്തോഷത്തോടെ പറഞ്ഞു. അവളുടെ മുഖത്ത് മുമ്പുണ്ടായിരുന്ന വിഷാദം ഇപ്പോൾ തീരെ ഇല്ലായിരുന്നു. നീലിമ അത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ വരാതിരിക്കോ? മോള് ഏട്ടന്റെ വിശേഷങ്ങൾ അറിഞ്ഞില്ലേ? നീലിമ ചോദിച്ചു. ഓവ്, ഏട്ടനെല്ലാം പറഞ്ഞു. ഞാൻ എപ്പോഴും അവനോട് പറയാറുണ്ട് ചേച്ചി, ഒരിക്കൽ അവന്റെ സമയം മാറുമെന്ന്. ഏട്ടൻ പക്ഷേ അത് വിശ്വസിക്കാറില്ല, വർഷ പറഞ്ഞു. നീലിമ അത് കേട്ട് സൂര്യയെ നോക്കി. അവൻ അവരെ നോക്കി ചിരിയോടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ എന്റെ ഓപ്പറേഷനും കൂടി സക്സസ് ആയാൽ ഏട്ടന്റെ എല്ലാ ടെൻഷനും തീരും, വർഷ പറഞ്ഞു. ആ ചെറിയ പെൺകുട്ടി വളരെ പക്വതയോടെ സംസാരിക്കുന്നത് നീലിമ കൗതുകത്തോടെ നോക്കി. അതെ, ഇനി നിങ്ങൾക്ക് നല്ല സമയമാണ്. ശിവശങ്കറിന്റെ പടത്തിൽ അഭിനയിക്കാൻ സാധിച്ചാൽ തന്നെ നിന്റെ ഏട്ടനെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഒരുപാട് അവസരങ്ങൾ അവനെ തേടി വരും, നീലിമ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. എല്ലാറ്റിനും ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത് നീലിമ ചേച്ചിയോട് മാത്രമാണ്, വർഷ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാം നല്ലതിനാണ് മോളെ, നീലിമ പറഞ്ഞു. അവളത് പറഞ്ഞു തീർന്നപ്പോൾ അവളുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. ഫോണിൽ നോക്കിയ നീലിമ അമ്പരപ്പോടെ നിന്നു.